ഹായ് ഓൾ, ഇന്ന് എൻ്റെ ഓഫീസ് വ്ളോഗാണേ. ഞാനിന്ന് പതിവിൽ നേരത്തെയാണ്, കാരണം എൻ്റെ ഹസ്ബൻഡ് നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതുകൊണ്ട് തന്നെ വൈറ്റിലയിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ആൾ പോയി. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര നേരത്തെയാണ്. ഞാൻ 9 മണിക്കാണ് എത്തേണ്ടത്, പക്ഷേ ഞാനിന്ന് ഏകദേശം 8:15 ആകുമ്പോഴത്തേക്ക് എത്താൻ ചാൻസസ് ഉണ്ട്. അത്രയ്ക്ക് നേരത്തെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 9 മണി അടുത്ത അവർ ആകുമ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റിലാക്സ് ചെയ്ത് പതുക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതായിട്ട് അറൗണ്ട് ഒരു 8 വർഷമായി കാണും കേട്ടോ. ഞാനിപ്പോഴും ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ തന്നെ പോയി ഊബർ വിളിച്ചിട്ട് പോയി. അവന് ഇപ്പം കാലുവേദന ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാർക്കും കാലുവേദന ഉണ്ടെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തേക്കണേ. ഇവൻ കാലുവേദന ഉണ്ട്, പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ വളരുമ്പോൾ കാലിന് ചെറുതായിട്ട് വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റാണ് പൊതുവേ പറയുക. അപ്പോൾ അതുകൊണ്ടായിരിക്കുള്ള വേദനയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. പക്ഷേ പിന്നെയും വേദന കൂടി വന്നപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വൈറ്റമിൻ ഡി നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈറ്റമിൻ ഡിയും തൈറോയിഡും ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോഴാണ് അവന് നോർമൽ എല്ലാവർക്കും വേണ്ടിയും കുറച്ച് കുറവാണ് അവന്. അതുകൊണ്ടായിരിക്കും ഈ കാലുവേദന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും തന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാലുവേദന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയപ്പോഴാണ് അറൗണ്ട് ഒരു ഊബറിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുക്കേണ്ടി വന്നു. പിന്നെ അവിടെ ഡോക്ടർക്ക് യൂഷ്വലി നമ്മൾ കാശ് കൊടുക്കുന്ന പോലെ കൊടുക്കണം. പിന്നെ അല്ലാതെ വൈറ്റമിൻ ഡിക്ക് അറൗണ്ട് ഒരു 1200 അത്ര എന്താ വന്നു കേട്ടോ. പിന്നെ തൈറോയിഡും കൂടി ആയപ്പോൾ നല്ല പൈസയായി. അപ്പോൾ പെട്ടെന്ന് അവർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പം ഓഫ് കോഴ്സ് ചെയ്തോ എന്ന് പറയാൻ എനിക്ക് പറ്റിയതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു, അക്കൗണ്ടിൽ കാശുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ അടുത്തും കാശ് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് എനിക്ക് ഉപയോഗിക്കാനും പറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇപ്പോഴും ഞാൻ ആ ജോലിക്ക് പോകുന്ന കാര്യത്തിലും എൻ്റെ അക്കൗണ്ടിൽ കാശ് വരുന്ന കാര്യത്തിലും മറ്റുള്ളവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരു ചെറിയ ജോലിയാണെങ്കിലും അവനവൻ്റെ ആവശ്യത്തിന് മറ്റുള്ളവരുടെ അടുത്ത് കൈനീട്ടാതെ ജീവിക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.